പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 26 അധ്യായം 14 മുതൽ 25 വരെ. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം സമാഗതമായി. ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിൻ്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി. കർത്താവേ, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധവാരത്തിലെ ചൊവ്വാഴ്ചയായ ഈ രാത്രി, ഏപ്രിൽ മാസം 15-ാം തീയതി, ഈശോ തൻ്റെ അന്ത്യത്താഴത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവരികയാണ്. നമ്മളെ തന്നെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്ന ദിനങ്ങളും വിശുദ്ധമായിരിക്കേണ്ട ഒരാഴ്ചയിലുമാണ് നമ്മളൊക്കെ. ഈ ദിനത്തിൽ ഈ സുവിശേഷ ഭാഗം യൂദാസിൻ്റെ വഞ്ചന ആണ് സൂചിപ്പിക്കുന്നത്. നമ്മളൊന്ന് നോക്കിക്കേ, ആ ഒറ്റിക്കൊടുക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കിക്കേ. യൂദാസിൻ്റെ അടുത്തേക്ക് വരികയല്ല, യൂദാസ് അങ്ങോട്ട് ചെല്ലുകയാണ്. എൻ്റെ ഈശോ എനിക്ക് വിലയില്ലാത്തവനും വിലകെട്ടവനുമായി മാറി. ആ ഈശോയെ വിറ്റുകളയാൻ നോക്കുകയാണ്. വിലയില്ലാത്ത എന്തെങ്കിലും വിലയ്ക്ക് വിറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു യൂദാസ്. ഒരു വിലകെട്ട അവസ്ഥയാണോ എനിക്കിന്ന് എൻ്റെ ഈശോയോടുള്ള മനോഭാവം? അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നാണ്, അതും നമ്മൾക്കറിയാം, ഒരു വാഹനം അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പാഴായ വസ്തുക്കൾ, അത് പിന്നെ എനിക്കിനി ആവശ്യമില്ല, ഇങ്ങോട്ട് വന്നേക്കുകയല്ല, അങ്ങോട്ട് കൊണ്ടുപോയി അത് വിറ്റ് കളയുക എന്ന് പറയുമ്പോൾ അത്ര പോലും അവിടെ സൂക്ഷിക്കാൻ പോലും തയ്യാറാകാതെ അത് കൊണ്ടുപോയി വിറ്റ് കളയുക, അതും ഒരു ബാർഗെയിനിങ്ങും ഇല്ല എന്നുള്ളതാണ്. ഒരു വിലപേശലില്ല അവിടെ. എന്തു തരും? 30 വെള്ളിക്കാശ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു സ്ത്രീ അവളുടെ കയ്യിലുണ്ടായിരുന്നത് പൂർണ്ണമായി ഉടച്ചു നൽകിയപ്പോൾ 1 ദനാറ അത് 300 ദനാറാക്കി കണക്ക് കൂട്ടിയ യൂദാസ് ഒരു ദിവസത്തെ കൂലി പോലുമില്ല. ഒരു ഇടയന് ആടുവ്യാപാരികൾ കൊടുക്കുന്ന തുച്ഛമായ കൂലിയാണ് 30 വെള്ളിക്കാശ്. അപ്പോൾ അത്രമാത്രം വിലയില്ലാതെ, ഒരു ദിവസത്തെ കൂലിക്ക് പോലും വിലയില്ലാത്ത രീതിയിൽ ഈശോയെ കണ്ടിട്ട് വിലപേശാതെ അവർക്ക് വിലയിട്ട് കൊടുത്ത് ഈശോയെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് ആ വഞ്ചന ഒന്ന് ഓർത്ത് വയ്ക്കേ.
ഈ വിശുദ്ധ വാരത്തിൽ നമ്മളെ തന്നെ ഒന്ന് കുമ്പസാരിക്കാനായിട്ട് ഒരുക്കുമ്പോൾ ഈശോയോടൊപ്പം പെസഹ വിരുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഈ യൂദാസിനെ പോലെ കച്ചവടം നടത്തി വന്നിരിക്കുന്നവരാകരുതേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിലയുമില്ലാത്ത അവസ്ഥ ഇന്ന് കരുണയ്ക്ക് വിലയില്ല, കുമ്പസാരത്തിന് വിലയില്ലല്ലോ. നമ്മൾ കുമ്പസാരിക്കാൻ പോകുന്നത് പോലും എനിക്ക് കരുണയുടെ ആവശ്യമൊന്നുമില്ല, ഞാൻ വലിയ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, അല്ലറ ചില്ലറ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അത് വർഷങ്ങളായിട്ടും നമുക്ക് വലിയ പാപങ്ങളൊന്നും ഇല്ലെന്നേ. കരുണയ്ക്ക് വിലയില്ല, എൻ്റെ ഈശോയ്ക്ക് വിലയില്ല, ഈശോയുടെ കരുണയ്ക്ക് വിലയില്ല. വിലകെട്ടവനായി കരുതുകയാണ്. ഈ കുമ്പസാരം നമ്മളെ വിശുദ്ധീകരിക്കണം. വിലയുള്ള ഈശോയുടെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് അവനോടൊപ്പം ഈ വിരുന്നിൽ പങ്കുചേരാൻ വിട്ടുകളയാ. ആരോടും ഒരു ബാർഗെയിനിങ് പോലുമില്ല. മറ്റു വിശ്വാസത്തിലേക്ക് പോകാൻ ഒരു വിലയുമില്ല. ആരൊക്കെ എന്തെങ്കിലുമൊക്കെ സഭയെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു വാഗ്വാദത്തിനുമില്ല, ഒരു എതിർപ്പിനുമില്ല, അംഗീകരിച്ചു കൂടെ പോവുകയാണ്. എൻ്റെ ഈശോയ്ക്ക് വില കൽപ്പിക്കേണ്ട വിശുദ്ധ വാരദിനം നമുക്ക് ഈശോയോടൊപ്പം പങ്കുചേരാം. നമ്മുടെ കുടുംബം ഒന്നു ചേർന്ന് ഈ ഈശോയ്ക്ക് വില കൊടുക്കാം. അവന് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു വിശ്വാസതീഷ്ണതയും അവൻ്റെ കരുണ എനിക്ക് എൻ്റെ കുടുംബത്തിന് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവും ബോധ്യത്തോടും കൂടി ഒരു നല്ല കുമ്പസാരവും വിശുദ്ധീകരണവും ഒക്കെ നടത്താൻ നമുക്ക് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്താം, ശിരസ് നമിക്കാം. കുടുംബം ഒന്ന് ചേർന്ന് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ് ഐ കമൻഡ് മൈ സ്പിരിറ്റ്. ദൈവമേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അവിടുന്ന് ശക്തനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നല്ലൊരു രാത്രിയും നല്ലൊരു ഒരുക്കവും പുതിയ സുന്ദരമായ ഒരു പുലരിയും ദിനവും നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ആശംസിക്കുന്നു. The Lord grant us a quiet night and a perfect end. Amen. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.